നമ്മൾ ലിസാനുൽ ഖുർആൻ 9ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ പാദവാർഷിക പരീക്ഷയെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം വഫിഖ് എന്നതാണ്, യോജിച്ചത് എഴുതാനാണ്. അസ്വാത്തുഹുമ മിനൽ മസ്ജിദ് എന്നുണ്ട്. അതിൻ്റെ തൊട്ടു മുമ്പ് നമ്മൾ എഴുതേണ്ടത് ലാ യർഫ എന്നാണ്. ലാ യർഫ അസ്വാത്തുഹുമ മിനൽ മസ്ജിദ്. 2 ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത് എന്നാണ്. മിൻ റഹ്മത്തില്ല എന്ന് മാത്രമാണുള്ളത്. ലാ തഖ്നതു ചേർക്കണം. മൂന്നാമത്തത് അന്നിസാഉ റുഊസഉന്ന ബിൽ ഖിമാരി, ഇടയിൽ വിട്ടുപോയത് ലയസ്തുർനാനി. അന്നിസാഉ ലയസ്തുർനാനി റുഊസഉന്ന ബിൽ ഖിമാരി, സ്ത്രീകൾ അവരുടെ തല മറക്കട്ടെ എന്നാണ്. നാലാമത്തത് അശ്ശാഫിഈയൂന, ഷാഫിഈ മദ്ഹബിലുള്ളവർ ലയഖ്നുതുൻ, അവർ ഖുനൂത്ത് ഓതുക തന്നെ ചെയ്യും. ഫീ സ്വലാത്തി സുബ്ഹി. അഞ്ചാമത്തത് അസ്സൗജത്തു ലതഹ്ഫളൻ, അവൾ എന്തായാലും ഭാര്യ എന്തായാലും ശ്രദ്ധിക്കും. ഹഖൂഖ സൗജിഹ, ഭർത്താവിനോടുള്ള കടമകൾ എന്നതാണ്. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. സ്വരിഫ് എന്നതാണ്, സർഫാക്കാനാണ്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്. ലാ യഫ്തഹ് എന്ന് തന്നിട്ടുണ്ട്, അത് നമുക്ക് സർഫാക്കാം. ലാ യഫ്തഹ്, ലാ യഫ്തഹ, ലാ യഫ്തഹു, ലാ തഫ്തഹ്, ലാ തഫ്തഹ, ലാ യഫ്തഹ്ന. രണ്ടാമത്തെ കോളത്തിൽ ലയഫ്അലൻ എന്ന് തന്നിട്ടുണ്ട്, അത് സർഫാക്കാം. ലയഫ്അലൻ, ലയഫ്അലുൻ, ലതഫ്അലൻ, ലതഫ്അലൻ, ലതഫ്അലുൻ, ലതഫ്അലിൻ, ലഅഫ്അലൻ, ലനഫ്അലൻ. മൂന്നാമത്തെ കള്ളിയിൽ ഉസ്തുഖന്ന എന്ന ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, നമ്മൾ അതൊന്ന് സർഫാക്കി നോക്കാം. ഉസ്തുഖന്ന, ഉസ്തുഖാനി, ഉസ്തുഖുന്ന, ഉസ്തുഖിന്ന, ഉസ്തുഖാനി, ഉസ്തുഖ്നാനി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 4 പാഠങ്ങളിൽ നിന്ന് സർഫാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സർഫാക്കി പഠിക്കുക തന്നെ വേണം. സരിഫ് എന്നൊരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തത് അജിബ്, ഉത്തരം പറയുക എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം അന്നഹി നൗആനി മാഹുവ, നഹി 2 വിധമുണ്ട്, അതേതൊക്കെയാണ് എന്നതാണ്. 1 നഹി ഹാളിർ, 2 നഹി ആയിബ്. രണ്ടാമത്തെ ചോദ്യം തദ്ഖുൽ നൂനു തഅക്കീദ് ഫീമ, നൂനു തഅക്കീദ് എന്തിലൊക്കെയാണ് പ്രവേശിക്കുന്നതാണ്. തദ്ഖുലു ഫിൽ മുളാരിഇ, മുളാരിഇൽ പ്രവേശിക്കും. വൽ അംറു വൻ നഹി, നഹിയിലും അംറിലുമാണ് പ്രവേശിക്കുക. മൂന്നാമത്തെ ചോദ്യം ഇദാ ദഖലത് നൂനു തഅക്കീദ് തുഖ്ദഫു നൂനാതും മാ ഹുന്ന, നൂനു തഅക്കീദ് പ്രവേശിച്ചാൽ ഏതൊക്കെ നൂനുകളാണ് കളയപ്പെടുക. തുഖ്ദഫു നൂനുൽ മുസന്ന, തസ്നിയയിലെ നൂനുകൾ കളയപ്പെടും. നമ്മൾ നോർമലായിട്ട് സർഫാക്കുമ്പോൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, അതിൽ യഫ്അലാനി തസ്നിയയിൽ യഫ്അലു, യഫ്അലാനി, യഫ്അലാനി എന്ന തസ്നിയയിൽ എപ്പോഴും നൂനുണ്ടാകും. ആ നൂന് തഅക്കീദിൻ്റെ നൂന് പ്രവേശിക്കുമ്പോൾ കളയപ്പെടും. രണ്ടാമത് ജംഉൽ മുദക്കർ, ജംഉ മുദക്കിറിലെ നൂന് കളയപ്പെടും. അത് മുഖാത്തബാണെങ്കിലും ആയിബാണെങ്കിലും ജംഉൽ മുദക്കിറിലെ നൂന് കളയപ്പെടും. യഫ്അലൂന, തഫ്അലൂന, ആദിലെ നൂനുകൾ കളയപ്പെടും. വൽ മുഖാത്തബത്ത്, മുഖാത്തബത്തിലെ നൂനും കളയപ്പെടും. ഹാലിറായ സ്ത്രീകളോട് സംസാരിക്കുന്നതിനെയാണ് മുഖാത്തബത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തഫ്അലീന, തഫ്അലീന, നീയൊരു സ്ത്രീ പ്രവർത്തിക്കും, നീയൊരു സ്ത്രീ പ്രവർത്തിക്കും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ തഫ്അലീന എന്നതിലെ മുഖാത്തബത്തിൻ്റെ നൂനും കളയപ്പെടും. നാലാമത്തെ ചോദ്യം യുഖദു നഹിയുൽ ആയിബ് മിമ്മ, നഹി ആയിബ് എന്തിൽ നിന്ന് പിടിക്കപ്പെടും എന്നതാണ്. അത് നമുക്ക് ഇവിടെ നോർമലായിട്ട് ഒന്ന് മനസ്സിലാക്കുക. നഹിയെ ഉണ്ടാക്കുന്നത് മുളാരിയിൽ നിന്നാണ്. നഹിയെ ആയിബാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ മുളാരി ആയിബിൽ നിന്ന് ഉണ്ടാക്കും. നഹി ഹാലിറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ മുളാരിയ ഹാലിറിൽ നിന്ന് ഉണ്ടാക്കും. നാലാമത്തെ സെക്ഷൻ ഉക്തുബുൽ അൽഫാൽ. നാലാമത്തെ ചോദ്യം ലാ തക്ഷിഫു, ലാ തക്ഷിഫു എന്നതാണ് ചോദ്യം. അതിൻ്റെ ലഫ്ള് നമുക്ക് നോക്കാം. ജംഉ മുദക്കർ മിനൻ നഹി ഹാലിർ, നഹി ആലിറിൽ നിന്നുള്ള ജംഉ മുദക്കിറാണ്. നോക്കാം, സർഫാക്കി നോക്കാം. ലാ തക്ഷിഫ്, ലാ തക്ഷിഫ, ലാ തക്ഷിഫു, ലാ തക്ഷിഫു. അപ്പോൾ ജംഉ മുദക്കിറാണ് മിൻ നഹിൽ ഹാലിർ. രണ്ടാമത്തെ ചോദ്യം ലയഫ്അലുന്ന, ലയഫ്അലുന്ന എന്നത് ജംഉ മുദക്കിർ ആയിബാണ്. മിൻ മുസ്തഖ്ബിലിൽ മഅറൂഫ് മുസ്ബത്തും
മുസ്ബത്തിൽ മുഅക്കദ് മിൻ നൂനി സഖീല, നൂനു സഖീല കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ട മുസ്ബത്ത് മഅറൂഫായ മുസ്തഖ്ബിലിന്റെ ജംഉ മുദക്കിറാണ് ലയഫ്അലുന്ന. നമുക്കൊന്ന് സർഫാക്കി നോക്കാം. ലയഫ്അലന്ന, ലയഫ്അലാനി, ലയഫ്അലുന്ന. ലയഫ്അലുന്ന എന്ന് ജംഉ മുദക്കിറാണ്. എന്താക്കിയിട്ടുണ്ട്? അവസാനം സഖീലയുടെ നൂനുണ്ട്. അപ്പോൾ സഖീലയുടെ നൂന് കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ട മുസ്തഖ്ബിൽ മഅറൂഫിൽ നിന്നുള്ള ജംഉ മുദക്കിറാണ് ലയഫ്അലുന്ന. മൂന്നാമത്തത് ഇഫ്അലന്ന. ഇഫ്അലന്ന എന്നത് മുദക്കർ വാഹിദു മിൻ അംറിൽ ഹാലിർ മുഅക്കദ് ബിൻ നൂനി സഖീല. സഖീലയുടെ നൂന് കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ട അംറ ഹാലിറിൽ നിന്നുള്ള വഅദ മുദക്കിറാണ് ഇഫ്അലന്ന. ഒന്ന് നോക്കി നോക്കാം. ഇഫ്അലന്ന, ഇഫ്അലാനി, ഇഫ്അലുന്ന. അപ്പോൾ തുടക്കത്തിലുള്ള വഹദ മുദക്കിറാണ് ഇഫ്അലന്ന. അഞ്ചാമത്തെ സെക്ഷൻ കമ്മിൽ, പൂരിപ്പിക്കുക എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, തദ്ഖുലു നൂനു സഖീല ഫീ കുല്ലി സീഇൻ മിനൽ അംരി. അംറിൽ നിന്നുള്ള എല്ലാ സീഇലും നൂനു സഖീല പ്രവേശിക്കും. വലാ തദ്ഖുലു നൂനുൽ ഖഫീഫ, നൂനുൽ ഖഫീഫ പ്രവേശിക്കുകയില്ല. ഫിൽ മുസന്ന, തസ്നിയയിലും. വഫി ജംഉ മുഅന്നസ്, ജംഉ മുഅന്നസിലും നൂനു ഖഫീഫ പ്രവേശിക്കുകയില്ല. അവിടെ ജംഉ മുഅന്നസ് എന്നതാണ് വിട്ടുപോയത്, അത് നമ്മൾ എഴുതുക. ആറാമത്തത് തർജീം, മാന എഴുതാനാണ്. ഒന്നാമത്തത് ലാ യർഫഹ്, സന്തോഷിക്കരുത്. അഹദുൻ, ഒരാളും സന്തോഷിക്കരുത്. ബി മുസീബത്തി ഗൈരിഹി, മറ്റൊരാൾക്ക് സംഭവിച്ച കഷ്ടപ്പാട് കണ്ട് ആരും സന്തോഷിക്കരുത് എന്നതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അതിൻ്റെ അർത്ഥം പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ലാ തഖ്നതു, നിങ്ങൾ ആശ മുറിയരുത്. മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് എന്നതാണ് അർത്ഥം. ഇത്രയുമാണ് നമുക്ക് ലിസാനുൽ ഖുർആനിൽ ശ്രദ്ധിക്കാനുള്ളത്. പ്രധാനമായിട്ടും നിങ്ങൾ സർഫാക്കുന്നത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതേപോലെ നൂനു സഖീലയുടെ നൂന് ഏതിലൊക്കെ പ്രവേശിക്കുമെന്നും അത് പ്രവേശിച്ചാൽ കളയപ്പെടുന്ന നൂനുകൾ ഏതൊക്കെയെന്നും നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.